ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിലും ചോറും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് വെള്ളയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി നമ്മളിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി നല്ല പോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക. കാരണം നമ്മളിത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരി 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായി അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് മുഴുവനായും അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും അളവിലെ മാവ് ഇതിൽ നിന്നും എടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി എടുത്ത് മാവൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കപ്പി കാച്ചിയ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ കുറുക്കിയെടുത്ത ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തേങ്ങയുടെ ആ വെള്ള ഭാഗം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഏത് ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു തവി എടുത്ത് നമുക്കിതൊന്ന് ആറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മാവ് രണ്ടും ഒരുപോലെ യോജിക്കുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ മാവ് കപ്പി കാച്ചി എടുത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് അവിലും ചോറും ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല പോലെ മാവ് പൊങ്ങി കിട്ടും. അതുപോലെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായും കിട്ടും. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് അടപ്പ് തുറന്ന ടൈമിൽ വീഡിയോ സ്കിപ്പായി പോയിട്ടോ. അതുകൊണ്ടാണ് മുകളിലേറ്റം പൊങ്ങി വന്നിരുന്ന അടയാളം കാണുന്നത് അതുവരെ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഓരോ തവി ചട്ടിയിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഈ ഓൾസ് ഇതുപോലെ വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ച ശേഷം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ പാലപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.